കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന. അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് പരിശോധന നടത്തിയത്. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റും ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ജെയിംസ് പന്തമാക്കലിന്റെ വീട്ടിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന 2017 സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയിലാണ് കോഴിക്കോട് വിജിലൻസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. അന്വേഷണം ത്വരിതഗതിയിലാക്കാൻ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധനയെന്ന് വിജിലൻസ് ഇൻസ്പെക്ടർ പറഞ്ഞു. 8 വർഷമായി ഇതുവരെയും കേസ് ചാർജ് ചെയ്തിട്ട് പോലുമില്ലെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് നിരന്തരമായ പരിശോധന തന്നെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശം വെച്ച് മാത്രമാണെന്നും ജെയിംസ് പന്തമാക്കൽ ആരോപിച്ചു. എന്തായാലും ഇപ്പോൾ 8 വർഷമായി വിജിലൻസ് പരിശോധന കഴിഞ്ഞിട്ട്. ഇടയ്ക്കിടയ്ക്ക് രാഷ്ട്രീയ മാറ്റങ്ങളും 2020 ഞാൻ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം തകൃതിയായി അന്വേഷണം നടക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പുറകിൽ ഫോളോ അപ്പ് നടത്തുന്ന ടീമുകളും അതുപോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇടപെടുന്നുണ്ടാകാം. ഇപ്പോൾ 2025 അവസാനിക്കാൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയായ മിനിഞ്ഞാന്ന് എൻ്റെ മുകളിലുള്ള തോട്ടത്തിൽ 10-15 ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അനുമതിയില്ലാതെ പരിശോധന നടത്തി. പക്ഷെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയായതുകൊണ്ട് ഞാൻ അവിടെ എത്തിയില്ല. ഇന്ന് നോമിനേഷൻ വിഡ്രോവൽ ടൈമാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനും ഭാരവാഹിയാണ്. അപ്പോൾ വിഡ്രോവൽ കഴിഞ്ഞ് ഞാനിരിക്കുമ്പോൾ വിജിലൻസിന്റെ സംഘം ഇന്ന് ഈ വീട്ടിൽ കടന്നു വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ 9 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? ഈ ഇലക്ഷൻ കാലത്ത് ഈ സമയത്ത് എന്തിനാണ് പരിശോധിക്കാൻ വന്നത്? ഇത് മനഃപൂർവ്വം എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.